അല്ലാഹുമ്മ സ്വല്ലി വസല്ലി വബാരിക് ഒരു മഹത്തായ അമല് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുകയാണ്. നമുക്കറിയാം, ഒരുപാട് പേര് കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്, പല വിഷയങ്ങളിൽ. ഇൻഷാ അല്ലാഹ് മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞ ഒരു മഹത്തായ അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അതുപോലെ തന്നെ സഹോദര ബന്ധങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ബന്ധങ്ങൾ, അങ്ങനെ അതിലൊക്കെ പല വിഷയങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അമല് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന അമല് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരസ്പര സ്നേഹങ്ങളെ അള്ളാഹു വർദ്ധിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ഉദ്ദേശിക്കുന്നവരുടെ മനസ്സ് മാറാനും അവരുടെ സ്നേഹം ലഭിക്കാനും എന്താണ് നാം ചെയ്യേണ്ടത്. ഈ ആയത്ത് ഇതേ രൂപത്തിൽ ഓതി ഞാൻ പറയാൻ പോകുന്നത് പോലെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെയുള്ള സ്നേഹമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം, അതുപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവരിൽ ആരുടെ സ്നേഹമാണോ നമുക്ക് കിട്ടുന്നത്, ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് ആ സ്നേഹം കിട്ടുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ ഐക്യത ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. മാതാപിതാക്കളുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ പരസ്പര ഐക്യതയും സ്നേഹവും ഉണ്ടാകാനും, അതുപോലെ തന്നെ നാം സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് വേണ്ടത്ര സ്നേഹവും പരിഗണനയും ലഭിക്കാനും, അതുപോലെ നമുക്ക് ഉയർച്ചകൾ കിട്ടാനും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ അമല് ചെയ്യുക. പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറഞ്ഞതാണ്, സ്നേഹത്തോടും ഐക്യതയോടും നിങ്ങൾ കടന്നു പോകാന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ പിശാച് നമ്മുടെ ഇടയിൽ എന്താ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും. ആ പിശാചിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകപ്പെടുന്ന ഒരു മഹത്തായ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലെ അർദ്ധരാത്രി സമയത്താണ്. എപ്പോഴാണ് ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച രാവിലെ അർദ്ധരാത്രി സമയത്താണ് ഇത് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ചെയ്യാമെങ്കിൽ മഹാന്മാർ പറയുന്നു വളരെ നല്ലതാണ്. അപ്പൊ എല്ലാ ദിവസവും ചെയ്യാമെങ്കിൽ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ 33 തവണ ഓതുക. ഈ ആയത്ത് ഓരോ തവണ ഓതി കഴിയുമ്പോഴും നമുക്ക് അവരുടെ സ്നേഹവും സ്ഥാനവും പരിഗണനയും ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നാം ചെയ്യേണ്ടത് എന്താണ്? ഓരോ പ്രാവശ്യവും ഈ 2 ആയത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഉദാഹരണത്തിന് നമുക്ക് പറയാം മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഈ മുഹമ്മദിന്റെ വാപ്പ ആരാണ്? അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ മുഹമ്മദിന്റെ സ്നേഹമാണ് നമുക്ക് കിട്ടേണ്ടിയുള്ളത്. മുഹമ്മദിന്റെ വാപ്പാടെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, അല്ലെങ്കിൽ ഉമ്മാടെ പേര് ഫാത്തിമ എന്നാണ്. അപ്പൊ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ അബ്ദുറഹ്മാന്റെ മകൻ മുഹമ്മദിന്റെ സ്നേഹം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ സ്നേഹം അല്ലാഹുവേ നീ എനിക്ക് നൽകപ്പെടണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. രക്ഷിതാവായ അല്ലാഹുവേ നീ എനിക്ക് അവരുടെ സ്നേഹം ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ നിലനിർത്തി തരണേ അല്ലാഹുവേ, ഞങ്ങളിടയിലുള്ള പ്രശ്നങ്ങൾ നീ മാറ്റി തരണേ അല്ലാഹുവേ എന്ന് നിങ്ങൾ ഈ 2 ആയത്ത് ഓതി കഴിയുമ്പോഴും അവരുടെ പേര് വെച്ച് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആയത്ത് ഞാൻ നിങ്ങൾക്ക് ഓതി തരാം. أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم وأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നമ്മൾ ഓതിയില്ല. കാരണം സൂറത്ത് തൗബ ഓതുമ്പോൾ ബിസ്മില്ലാഹിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഓതുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ആയത്ത് കൊണ്ട് നിങ്ങൾ അമല് ചെയ്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ആരാണോ അവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരുപാട് പേര് കുടുംബ കലഹങ്ങളുള്ളവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കൾ തമ്മിൽ സ്നേഹമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നിലനിർത്തുമാറാകട്ടെ. പിശാചിന്റെ കുതന്ത്രങ്ങൾ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ ചർച്ച ചെയ്തൊരു മജ്ലിസാണ് അല്ലാഹുവേ. ഇതെല്ലാം നീ ഞങ്ങൾക്ക് ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നീ നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്.
മജ്ലിസിലുള്ള ഓരോ രോഗങ്ങൾ, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരുടെ രോഗങ്ങൾ, എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.